അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സ്വർണ്ണയമ്മയുടെ അടുത്ത് പോയപ്പോഴേ ആ അമ്മയുടെ അനിയത്തിയുടെ 2 കൊച്ചുമക്കളെ ഞാൻ കാണിച്ചില്ലേ നിങ്ങളെ. അപ്പോൾ ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോവാണ്. വളരെ ദയനീയ അവസ്ഥയാണ് ആ കുഞ്ഞുങ്ങളെ. ഡ്രസ്സുകളില്ല, ഒന്നുമില്ല, വലിയ കഷ്ടത്തിൽ അവർ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അവർക്കൊരു വാക്ക് കൊടുത്തിരുന്നു, ഞാൻ 29-ാം തീയതി വന്ന് നിങ്ങളെ കാണാമെന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഡ്രസ്സുകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് സൈസൊന്നും അറിഞ്ഞുകൂടാ, എങ്കിലും ഞാനൊരു ഉദ്ദേശം വെച്ച് ഒക്കെ എടുത്തതാണ് ഇതെല്ലാം. ഷോപ്പുകളിൽ ചെല്ലുമ്പോൾ ആ സൈസുള്ള കുട്ടികളെ കാണുമ്പോൾ അവരെ ഇടിപ്പിച്ചൊക്കെ നോക്കിയാണ് ഞാൻ ഓരോ ചെരുപ്പുകളും ഒക്കെ ഞാൻ എടുക്കുന്നത്. പിന്നെ റെയിൻകോട്ട് വാങ്ങിച്ചിട്ടുണ്ട്, 2 ബാഗ്, സ്കൂൾ ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്, 2 കുട വാങ്ങിച്ചിട്ടുണ്ട്, പേന, പെൻസില്, പുസ്തകം പൊതിയാനുള്ള ഇത്, വാട്ടർ ബോട്ടിലുകൾ എല്ലാം 2 വെച്ച് വാങ്ങിച്ചിട്ടുണ്ട്. 2 കുഞ്ഞുങ്ങളില്ലേ. പിന്നെ ബോക്സുകൾ, ടിഫിൻ ബോക്സ് ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കൊരു പരിധിയില്ലേ, അത്രയും നമുക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം കൂടി ഇനി ഒരു കവറിനകത്താക്കി നമ്മൾ ഇറങ്ങാൻ പോവാം. ഞാനിത് ചാരിറ്റി അല്ല ചെയ്യുന്നത്, ആ കുഞ്ഞുങ്ങളുടെ ദയനീയാവസ്ഥ കണ്ടിട്ട് ഞാൻ ചെയ്തതാണ്, ഒരു സഹായം എന്നുള്ള നിലയിൽ. എൻ്റെ ഈ കമൻസിനകത്തൊരു പാസ്റ്റർ വളരെ മോശമായ രീതിയിലാണ് അയാൾ കമൻസ് ഇട്ടേക്കുന്നത്. അത് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈ കൊടുക്കുന്ന മറുകൈ അറിയരുതെന്നാണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ, ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. മറുകൈ അറിയാതെ അയാൾ പോയി ഹെൽപ്പ് ചെയ്യട്ടെ. നമ്മളെപ്പോലുള്ള യൂട്യൂബർമാർ ഇങ്ങനെ കൊണ്ടുവരുന്നതുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള പാസ്റ്റർമാരൊക്കെ കണ്ട് വല്ലതും ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യുന്നത്. തൽക്കാലം നമുക്ക് ഇതുമായിട്ട് പോകാം. അവിടെ ചെന്നിട്ടുള്ള വീഡിയോസ് പിന്നീട് നിങ്ങളെ കാണിക്കാം. ഹായ്, ഞങ്ങളങ്ങനെ വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ അടുത്ത്. പിന്നെ 29-ാം തീയതി വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ 29-ാം തീയതി തന്നെ എത്തിയില്ലേ. അപ്പോൾ എത്തി, അവർക്ക് കുറച്ച് സാധനമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇനി അവർ വീട്ടിലോട്ടൊന്ന് പോകാം. നിങ്ങൾക്ക് കൂടെയുണ്ട് പാപ്പ, വണ്ടി വരുന്നത്. ഇതാ ഏത് കൂടെ വേണം? ഓ അത് ഇഷ്ടപ്പെട്ടെങ്കിൽ മോളിത് ഇഷ്ടപ്പെട്ടു. ഓക്കെ, സമ്മതിച്ചല്ലോ. എല്ലാത്തിനും താങ്ക് യു പറഞ്ഞുകൊണ്ടിരുന്നാലോ അല്ലേ. എന്നാ നിങ്ങൾക്ക് കൊച്ചു പിള്ളേരല്ലേ, ബിസ്ക്കറ്റുകൾ പിടിച്ചേ, അടിയൊന്നും ഉണ്ടാക്കരുത്. വാ. നെയിം സ്ലിപ്പാ, ബുക്കൊക്കെ പൊതിയുമ്പോഴേ വെച്ചോളൂ. ഇതാണ് പൊതിയാനുള്ള പേപ്പറുണ്ടേ. ഇതാണ് പട്ടുപാവാടയും ബ്ലൗസും, ഇപ്പോഴത്തെ ട്രെൻഡാണിത്. പിന്നെ അടുത്ത കൊച്ചിന് വേണമെന്നുണ്ടെങ്കിൽ ഇതാ, അവൾക്ക് ചേരും. ഇതാണ്ടെ ചെരുപ്പില്ലാതല്ലേ ഇവിടെ നടക്കുന്നേ. കൊച്ചിനും ഉണ്ട് ചെരുപ്പ്. റെയിൻകോട്ടാണേ. ഇത് മോൾക്കുള്ളതാണ്, റെയിൻകോട്ടാണ്. ഇഷ്ടപ്പെട്ടോ? കുടയൊക്കെ ചൂടി ഇങ്ങനെ സ്കൂളിൽ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കാം. അതുങ്ങൾക്ക് എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചോ? ബാക്കിയുള്ളതൊന്നും വാങ്ങിച്ചില്ല മേഡം. ഒരു സോക്സിൻ്റെ ആവശ്യമുണ്ട്. സോക്സ് വേണമായിരുന്നില്ലേ? സ്കൂളിൽ നിന്ന് വാങ്ങിച്ചത്. അവർക്ക് സ്കൂളിൽ ഒരാഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് കളർ ഡ്രസ്സും ഈ ഇതുപോലത്തെ ചെരുപ്പും. അല്ലാത്തപ്പോൾ ഷൂസും ഷൂവും അതൊക്കെ എവിടെ സ്കൂളിൽ നിന്ന് കിട്ടും? സ്കൂളിൽ നിന്ന് വാങ്ങിക്കണം. നമ്മൾ സ്കൂളിൽ നിന്ന് ഒരുപാട് പൈസ, കുറച്ച് പൈസയാകും. പിന്നെ അവർക്ക് വേറെ പിന്നെ ബുക്ക് നമുക്ക് പഞ്ചായത്ത് മെമ്പർ ഇവിടെ കുറേ പാവപ്പെട്ട പിള്ളേരെ വിളിച്ചിട്ടുണ്ട്. അവർ ഇപ്പോഴത്തെ പഞ്ചായത്ത് മെമ്പർ കോൺഗ്രസ്സിലുള്ള ആളാണ്. അവരിപ്പോഴും കുറച്ച് ബുക്കിന് വേണ്ടി ഇവരുടെ പേരിവിടെ എഴുതി കൊണ്ടുപോയി. അപ്പോൾ ഇനിയിപ്പം സോക്സും ഷൂ ഒക്കെ സ്കൂളിൽ, പിന്നെ ബുക്സ് ഞാൻ വാങ്ങിക്കാത്ത കിട്ടുമെന്ന് പറഞ്ഞത് കൊണ്ടാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വാങ്ങിക്കാതെ. പിന്നെ അതുകൊണ്ട് അത്യാവശ്യ സാധനങ്ങളായിട്ട് വന്നു. പഞ്ചായത്ത് മെമ്പർ വാങ്ങിച്ച് തരാൻ സെലക്ട് ചെയ്തല്ല, പേര് എഴുതിയിട്ട് പോയില്ല. നമ്മളെ ഇപ്പോഴത്തെ കഷ്ടതയിൽ ഇങ്ങനെ ഒരു സഹായം ചെയ്യുന്നതിന് വളരെ വളരെ നന്ദി എന്നേ നമുക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ പഞ്ചായത്ത് മെമ്പറുടെയും പറഞ്ഞു. കാരണം മെമ്പർ വന്ന ഉടനെ ചോദിച്ചു, കുഞ്ഞുങ്ങളെ പപ്പ 5 വർഷമാകുമ്പോൾ ഈ ഇളയ കൊച്ചിന് 5 വയസ്സ്. അടുത്ത മാസം 21-ാം തീയതിയാണ് ഇവർക്ക് 5 വയസ്സ് തികയണത്. ഇപ്പോൾ ഒന്നിന് 5 വയസ്സ്, അവർക്ക് 6 വയസ്സ് കഴിഞ്ഞ് 7ാമത്തെ വയസ്സ് മൂത്തവും. അടുത്ത മാസം മൂത്തവും 6 വയസ്സ്. മറ്റേതിന് ഈ അടുത്ത മാസം 21-ാം തീയതി വരുമ്പോൾ 5 വയസ്സ് തുടങ്ങും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അതിനകത്ത് കുറേ നെഗറ്റീവ് കമൻറ്റ്സ്. അത് ഈ ഒരാളാണ് ഈ നെഗറ്റീവ് അത്ര ഇട്ടത്. അപ്പോൾ അയാൾ പറയുന്നത് എന്താ വെച്ചാൽ ഒരു കൈ കൊടുക്കുന്ന മറുകൈ അറിയരുത് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അറിയാതിരുന്നാൽ നിങ്ങളെപ്പോലുള്ളവർക്ക് എങ്ങനെ മറ്റുള്ളവർ സഹായം കിട്ടും? നമുക്ക്
ഒട്ടും നിവർത്തിയില്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ ഇതിലേക്ക് വരുന്നത്. അപ്പം മനസ്സുള്ളവർ കൊടുക്ക്, അല്ലാതെ ഈ നെഗറ്റീവ് എഴുതി ഇടുകയല്ല ചെയ്യേണ്ടത്. ശരി ഇവരെന്തായാലും വീഡിയോ എടുത്ത് ഞാൻ ചെയ്തത് 10 പേരങ്ങ് അറിഞ്ഞുപോയി, എന്ത് ചെയ്യാൻ, എന്നാൽ നിങ്ങൾ അറിയാതെങ്കിലും കൊണ്ടുവന്ന് ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഞാൻ അത്രേ പറയത്തുള്ളൂ, അല്ലേ? അതല്ലേ ചെയ്യേണ്ടത്. ഞാൻ എന്തായാലും എടുത്ത് 10 പേരങ്ങ് കണ്ടുപോയി, എന്നാൽ ശരി ഞാൻ അവരറിയാതെ വന്ന് ചെയ്യട്ടെ. അതും ഇല്ല, ചുമ്മാ ഇങ്ങനെ 10 പേര് എൻ്റെ വീഡിയോ വഴി കമൻസ് ഇടുമ്പോൾ അയാൾ ഇടുന്ന കമൻസ് കുറേ പേര് കാണുമല്ലോ, ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്. ഞാനിതൊരു ചാരിറ്റി അല്ല, ഞാൻ ചാരിറ്റി അല്ല ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം അനുവാദത്തോടല്ലേ ഞങ്ങൾ വീഡിയോ എടുത്തത്, അല്ലാതെ ഒന്നും അവരുടെ അനുവാദം ഇല്ലാതെ എടുക്കുന്ന വീഡിയോ അല്ല. അപ്പോൾ പുള്ളിക്കാരിയുടെ പേര് സലോമി എന്നാണ്. അപ്പോൾ ഈ 2 കുഞ്ഞുങ്ങളെ നോക്കുന്ന പുള്ളിക്കാരിയ, മോള് എവിടെയോ ഒരു വീട്ടിൽ നിൽക്കുകയാണ് പുള്ളിക്കാരി. അപ്പോൾ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലല്ല. അപ്പം നമുക്കും ഒരു കൈ സഹായം അത്രയും ഞാൻ വിചാരിച്ചുള്ളൂ. അങ്ങോളം അങ്ങ് പറ്റില്ല ആർക്കും ചെയ്യാനായിട്ട്. പറ്റുന്ന പോലെ ഈ വർഷം ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ ആയിക്കോട്ടെ. ഇനി ഈ കുഞ്ഞുങ്ങൾ വലുതാകുമ്പോൾ എന്തെല്ലാം ചിലവുകൾ അങ്ങോട്ട് വരും. നമ്മൾ അവിടം വരെ പോകുന്നില്ല എങ്കിലും കണ്ടപ്പോൾ എനിക്ക് സഹായിക്കണം തോന്നി, ഞാനങ്ങനെ ചെയ്തു. അതൊരു തെറ്റാണെന്നുള്ളത് പാസ്റ്റർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഏതായാലും പാസ്റ്റർ എന്തോ ആണെന്ന് തോന്നുന്നു, ഒരു പള്ളിയിലച്ഛൻ എന്തോ ആണെന്ന് തോന്നുന്നു. അതിനകത്ത് പുള്ളിക്ക് എത്ര ബോധമുണ്ടെന്നുള്ളതാണ് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ അങ്ങനെ എത്രയോ പേരെ ഉപദേശിച്ച് വിടുന്ന ഒരു മനുഷ്യനാണ്. ഇങ്ങനെ ഒരു വാക്ക് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ ആലോചിക്കാം. അതൊക്കെ ഞങ്ങൾ സഹായം ചെയ്യുന്നത് അത് ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ്. അവരുടെ അനുവാദം ഇല്ലാതെ നമ്മൾ ഓരോരുത്തരുടെ വീഡിയോ എടുക്കത്തില്ല, അനുവാദത്തോടു കൂടിയാണ് എടുക്കുന്നത്. ഇനിയും ഹെൽപ്പ് ചെയ്യേണ്ടവരെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി, വലിയ രീതിയിലൊന്നും പറ്റത്തില്ല, അവർക്കൊരാശ്വാസമാണ് ഈ ചെയ്തൊരു സഹായം, വലിയൊരു ആശ്വാസമാണ്. പിന്നെ കുറച്ച് പേര് സഹായം ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ അവരുടെ അക്കൗണ്ട് നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അക്കൗണ്ട് നമ്പർ എൻ്റെ കയ്യിൽ സേഫ് ആയിരിക്കും. ആവശ്യമുള്ളവർ, സലോമി എന്നാണ് പേര്, അക്കൗണ്ട് നമ്പർ ഞാൻ വാങ്ങിച്ച് സൂക്ഷിച്ച് വെക്കും. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്ന് താല്പര്യം തോന്നിയാൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ മെസ്സഞ്ചറിൽ വന്നിട്ട് ആവശ്യപ്പെട്ടാൽ മതി. ഞാൻ നിങ്ങൾക്ക് ഫോൺ നമ്പരും അക്കൗണ്ട് നമ്പരും ഒക്കെ തരാം. ഫോൺ നമ്പറുണ്ടോ? അല്ല, അക്കൗണ്ട് നമ്പർ മതി, ഫോൺ നമ്പർ വേണ്ട. അപ്പോൾ അക്കൗണ്ട് നമ്പർ തരാം. ആ അക്കൗണ്ട് നമ്പർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ടെങ്കിൽ ചെയ്യൂ. ഇപ്പോൾ സ്കൂൾ തുറക്കുന്നൊക്കെ ടൈമല്ലേ, നമുക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് ഒരു പുണ്യം എന്ന് പറയുന്നത് അതൊക്കെയാണ്. അല്ലാതെ എന്താ വയറ് നിറഞ്ഞിരിക്കുന്നവന് കൊണ്ടുവന്ന് വീണ്ടും ചോറ് കൊടുത്തിട്ട് നമുക്ക് പുണ്യമൊന്നും പറയാനൊന്നുമില്ല. വിശന്നിരിക്കുന്നവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. എങ്കിലും അവരെയും കൊണ്ട് പറ്റുന്ന രീതി ആ അമ്മൂമ്മ, ഈ 2 കൊച്ച്, എൻ്റെ അമ്മൂമ്മയല്ല, നിങ്ങളൊന്നും പറയണ്ട. അപ്പം കുട്ടികൾക്കൊക്കെ കൊണ്ടുവന്നൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട്, വലിയ ഉപകാരം. നല്ല സൂപ്പർ കൊതുകാണ്. എന്നെ ഇന്നലെ മുതലേ കൊതുക് കടിക്കുകയാണ്. അത് ശരിയാണ്, റബ്ബറിൻ്റെ ഇടയിൽ ഭയങ്കര കൊതുകാണ്. അപ്പം നമുക്കും ഒരു മനസ്സിന് സന്തോഷമാണ്, നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയല്ലോ എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമാണ്. അത് ഈ കഷ്ടതയിൽ ഇപ്പം ഇത്രയും ചെയ്തത് വലിയ സന്തോഷമാണ് എനിക്ക്. അത് എല്ലാത്തിനും ഭാരം കുറച്ച് കടമാണ്. ഇത്രയും തവണമാരെടുത്ത ഇത്രയും കടം ഉണ്ട്. ഇത് തീർക്കാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. ഇത്രയൊക്കെ കൊടുത്തോളൂ, ബാക്കി ഇനി കൊടുക്കാൻ നിൽക്കുന്നു. ഇങ്ങനെ ഓരോ കടം കയറിക്കൊണ്ടിരിക്കുമ്പോൾ പലിശയും കൊടുത്ത് അത് തീർത്തിട്ടുണ്ട്. ഇത്രയും കടത്തിന്റെ മധ്യത്തിൽ എന്തോന്ന് പണി ചെയ്യാൻ പോകും. ഞാൻ വീട്ടിൽ ഒരുങ്ങാൻ വേണം പറ്റുന്നുണ്ട്. അങ്ങനെ എനിക്ക് പറ്റത്തില്ല. അതുമല്ല, ഈ 2 പെൺകുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോകാനും പറ്റൂലല്ലോ. വെരിക്കോസിന്റെ അസുഖം ഉണ്ടോ? അല്ലേ? ഇങ്ങനെ ഒരു നല്ല കഷ്ടപ്പെട്ടു. ഈ പിരിവ് എടുത്താണ് ഞാൻ ഇത് മാസത്തിൽ ഒരിക്കലാണ് ഈ പിരിവ് കൊടുത്തോണ്ടിരുന്നത്. അത് കിട്ടുമ്പോൾ പെൻഷൻ കിട്ടുന്നതാണ് കൊടുക്കുന്നത്. അപ്പൊ അതില്ലെങ്കിൽ പിന്നെ എനിക്കൊരു പെൻഷനും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു ജീവിക്കാനായിട്ട്, വേറെ ഒന്നുമില്ല. ഇത്രയും ഉപകാരം ചെയ്തതിന് എനിക്ക് പറയാനുള്ള 101 നന്ദി. എന്ത് പറയാൻ, 101 പൊങ്കാല എന്ന് പറയുമ്പോൾ എനിക്ക് 101 നന്ദി പറയാനുണ്ട്. കാരണം അല്ലെങ്കിൽ ഈ വർഷത്തെ സ്കൂളിൽ പോകുമ്പോൾ കുഞ്ഞു കൊച്ചിന് വണ്ടി ഫീസ് കൊടുക്കൂല. എൻ്റെ മോള് വണ്ടി ഫീസ് കൊടുക്കില്ല. ഇവ വാഹനത്തിൻ്റെ പൈസയും കൊടുത്ത് സ്കൂളിൽ നിന്ന് പിന്നെ HM നമ്മളെ ഇത് കണ്ടപ്പോൾ പുസ്തകത്തിന് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവക്ക് ഇനി പുസ്തകം വേണം. പിന്നെ ഇവക്ക് സ്കൂൾ വാഹനത്തിന് പൈസ കൊടുക്കണം. 600 രൂപയാണ് ഇവക്ക് സ്കൂൾ വാഹനത്തിന്റെ പൈസ. അവക്കും 600. ഇവർക്ക് എവിടെയാ പഠിക്കുന്നത്? അത് ഞാൻ ചോദിച്ചില്ല. മൊളേറ സ്കൂളിൽ. അത് ഗവൺമെന്റ് ആണോ? ഗവൺമെന്റ് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മളെ പള്ളിയുടെ കീഴിലുള്ള ഇപ്പൊ ഈ സ്ഥലം, ഞങ്ങൾ ഇരിക്കുന്ന ഈ സ്ഥലത്തിന്റെ പേരൊന്ന് പറയണേ. വെട്ടുവിള. പേയാട് കഴിഞ്ഞ് വെളപ്പശാല കഴിഞ്ഞ് നെടുമുഴി ജനിച്ച് നെടുമുഴി വന്ന് തേനവളപ്പോണ റോഡ്. മനസ്സിലായോ? ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട് കേട്ടോ. ആ പള്ളിയുടെ പേര് ദൂതർ മിഷൻ പള്ളി. കടമനാട് CSC ചർച്ച്. 2 ചർച്ച് അടുത്തുണ്ട്. ഇത് അവിടെ എൻ്റെ ചേച്ചിയുടെ
കടയുടെ അടുത്തിരിക്കുന്നത് ലൂതർ മിഷൻ ചർച്ചാണ്. ഇത് കടമ്പനാട് CSC ചർച്ചാണ്. അതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു വഴി ഇങ്ങോട്ട് താഴോട്ട് കിടപ്പുണ്ട് വീട്. അത് ഇറങ്ങി വരുമ്പോൾ രണ്ടാമത്തെ വീടാണ്. ഇറക്കത്തിൽ നിന്ന് രണ്ടാമത്തെ വീടാണിത്. ചിലർ ഇത് കണ്ടിട്ട് ഓരോരുത്തർ എന്നെ വിളിച്ചിട്ടുണ്ട്, അവിടെ വയ്യാതെ കിടപ്പുണ്ട്, ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനത്തെ ആൾക്കാരല്ല. കരച്ചാൽ ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കരച്ചാൽ അങ്ങനത്തെ ആൾക്കാരല്ല എന്ന് പറയാൻ കരച്ചാൽ ഞാനൊന്നും ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന എമൗണ്ട് ഒന്നും കിട്ടത്തില്ല. പിന്നെ അങ്ങനെ കിട്ടും. ഇതിന് വേണ്ടി ചാരിറ്റി ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഒരു ഹെൽപ്പ് ഭയങ്കരമായിട്ടും കിട്ടും. അപ്പം ഞാനിങ്ങനെ മെല്ലെ മെല്ലെ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന ഒരാളാണ് കേട്ടോ. വീഡിയോ കാണുന്നവർ അങ്ങനെ ചിന്തിച്ചാൽ മതി, വേറെ ഒന്നും വിചാരിക്കരുതേ. എനിക്കും കുറേ കാര്യങ്ങൾ ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഇതൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. അവിടെ ആ വിശ്വാസത്തിൽ രാത്രി എന്തായാലും നാമം ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവർ ഈ ചെയ്ത ഉപകാരത്തിന് എനിക്കൊന്നും നിൻ്റെ പക്കൽ തരാനില്ല കർത്താവേ, അവരെ ദീർഘായുസോടെയും ശരീരസുഖത്തോടെയും കാത്തുരക്ഷിക്കും. ഇതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം ഇത്രയാണ്. സ്കൂള് തുറക്കാൻ പോവാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. ഇതുപോലെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ അവരുടെ അക്കൗണ്ട് നമ്പർ തരാം. അപ്പോൾ ഓക്കെ, ബൈ.